ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഗോതമ്പ് കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഈ സ്നാക്സ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ റെസിപ്പി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്താലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് ഒരു കപ്പ് ഗോതമ്പ് നുറുക്ക് കഴുകി വെള്ളത്തിലിട്ട് അരമണിക്കൂർ കുതിർത്തെടുത്തതാണ്. അതൊരു പാത്രത്തിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കപ്പ് വെള്ളവും മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഞാനിവിടെ ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. 4 ശർക്കര ഒരു കപ്പ് വെള്ളത്തിൽ മെൽറ്റ് ചെയ്തതാണ്. ഇതിന് പകരം നിങ്ങൾക്ക് പഞ്ചസാര വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. ഒരു പിഞ്ച് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഗോതമ്പ് നുറുക്ക് അരമണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തോണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് വെന്ത് കിട്ടും. അതിൻ്റെ പേരിലാണ് ഇത് വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കുന്നത്. നിങ്ങൾ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ടില്ലെങ്കിൽ അരക്കപ്പ് വെള്ളം അധികം ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി. ഇതിന് വെള്ളമൊക്കെ വറ്റി വെന്ത് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരക്കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ബദാം കട്ട് ചെയ്തതും മുന്തിരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ചേർത്ത് കൊടുത്തില്ല വെച്ചിട്ടൊരു പ്രശ്നവുമില്ല. നമ്മളെ സ്നാക്സിന് അധികം ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളെ കയ്യിലുള്ള ഏത് നട്ട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് ഇത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള മാവ് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ബൗളിലേക്ക് 4 സ്പൂണ് മൈദപ്പൊടി, 3 സ്പൂണ് അരിപ്പൊടി, നമ്മൾ ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ എടുക്കൂലേ, ആ അരിപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതിലേക്കൊരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഒരു മാവ് പരുവത്തിൽ ആക്കിയെടുക്കണം. മാവ് ലൂസായി പോയെങ്കിൽ കുറച്ചും കൂടെ അരിപ്പൊടി ഇട്ടിട്ട് വേണ്ടിട്ടത് കട്ടിയാക്കി എടുക്കാൻ. ഈ ഒരു കട്ടിയിലാണ് നമ്മളെ മാവ് വേണ്ടത്. ചൂടാറാനായിട്ട് മാറ്റി വെച്ചാൽ നമ്മളെ ഗോതമ്പത്തിൻ്റെ മിക്സ് ഇല്ലേ, നന്നായിട്ട് ചൂടൊക്കെ പോയിട്ടുണ്ട്. അതിൽ നിന്ന് കുറേശ്ശെ എടുത്ത് ഇതുപോലെ കുഞ്ഞു ബോൾസാക്കി മാറ്റാം. ഈ ബോൾസ് നമ്മൾ തയ്യാറാക്കിയ മാവിൽ മുക്കി ചൂടായ എണ്ണയിലേക്ക് ഓരോന്നായി ഇട്ടുകൊടുക്കാം. ഇനി ഇത് തിരിച്ചു മറിച്ചിട്ടെടുത്ത് ചെറുതായിട്ടൊരു ഗോൾഡൻ നിറാക്കി എടുക്കാം. ഇതിനുള്ളിലെ ഫില്ലിംഗ് ഒക്കെ നമ്മൾ ആദ്യം തന്നെ വേവിച്ചെടുത്തോണ്ട് പുറം ഭാഗം മാത്രം ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി. അരിപ്പൊടി ചേർത്തോണ്ട് തന്നെ ഇതിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിരിക്കും. ഗോതമ്പ് നുറുക്ക് വെച്ചിട്ട് നമ്മൾ ലഡു ഉണ്ടാക്കി കഴിക്കുമല്ലോ, അതിനേക്കാളും ടേസ്റ്റിയാണ് ഇങ്ങനെ കഴിക്കാൻ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഗോതമ്പ് നുറുക്കൊണ്ട് നിങ്ങൾ ഇതുവരെ ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും നല്ല ഇഷ്ടമാവും. അപ്പോൾ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്തെടുത്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ടേക്ക് കെയർ.